ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ലോക പ്രശസ്തനായ ഒരു ഫിലിം സ്റ്റാറാണ്. ആപ്കി അദാലത്തിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പോപ്പുലറായ സെലിബ്രിറ്റി. പ്ലീസ് വെൽക്കം ഷാരൂഖ് ഖാൻ. പിന്നെ ആപ്കി അദാലത്തിൽ ഷാരൂഖ് ഖാന്റെ ഈ വിചാരണയ്ക്ക് വേണ്ടി നമ്മുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ദിവാകർ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ദിവാകറിനോട് അതിനുള്ള അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. നമുക്ക് വിചാരണ തുടങ്ങാം. എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. 22 വർഷങ്ങൾക്ക് മുൻപ് താങ്കളുടെ 2-3 സിനിമകൾ റിലീസായ സമയത്ത് താങ്കൾ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് താങ്കൾക്ക് എത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നോ, എത്രത്തോളം എനർജി ഉണ്ടായിരുന്നോ, അത്രത്തോളം തന്നെ ഇപ്പോഴും താങ്കൾക്കുണ്ട്. സാറിനെ എനിക്ക് ശരിക്കും പേടിയാണ്. സാർ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്ന കഠിനമായ ചോദ്യങ്ങൾ, അതായത് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ. ഞാൻ പേടിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്റർവ്യൂ ചെയ്യുന്ന മറ്റുള്ളവരെ പോലെ അല്ല സാർ. ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് തോന്നിയത് സാർ എന്തൊക്കെ ചോദിക്കുവോ, കഠിനമായ പലതും ചോദിക്കുവോ, രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കുവോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമായിരുന്നു അത് അവസാനിച്ചത്. അത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നും അതുപോലെ തന്നെ ആയിരിക്കണം. ഞാൻ സോപ്പിടുകയല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു മയത്തിൽ ചോദിക്കണം. ശരി, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ നോട്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു. അവര് പറയുന്നത് താങ്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നോട്ടിയായിരുന്നു എന്ന്, ദിവസവും അടി വാങ്ങുമായിരുന്നെന്ന്. ഞാൻ ഇപ്പോഴും പല സ്ഥലത്തുനിന്നും അടി മേടിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ ഞാൻ വളരെ നോട്ടിയായിരുന്നു. പിന്നെ എന്റെ ടീച്ചർ പറയും എന്റെ ചിരി ഡെവിൾസിന്റേത് പോലെയാണെന്ന്. അതായത് ചെകുത്താന്റെ ചിരി. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്നെ വഴക്കൊന്നും പറയില്ല, വെറുതെ വിടും. എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ ഒരിക്കൽ കെമിസ്ട്രി ലാബിൽ ചില സാധനങ്ങൾ പൊട്ടിച്ചു. അത് ടീച്ചർ അറിഞ്ഞ് കൈയോടെ പിടികൂടിയപ്പോ ഞാൻ ഉടനെ തന്നെ അവരുടെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാനപ്പോ പറഞ്ഞു, അച്ഛനും അമ്മയും അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരുപാട് വഴക്ക് പറയും. അതുപോലെ തന്നെയാണ് എനിക്ക് ടീച്ചറും എന്റെ അമ്മയെ പോലെയാണെന്ന്. അവരുടെ പേര് മിസ് സജിദേവ് എന്നാണ്. അവരിപ്പോ പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഞാൻ നല്ലവണ്ണം കരയും. എനിക്ക് കരഞ്ഞഭിനയിച്ച കണ്ണീര് വരുത്താൻ അറിയാം. എന്റെ കരച്ചിൽ കേട്ട അവർ പറയും, ശരി ശരി, നീ കുഴപ്പമില്ല, നീ ഹോംവർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല, അത് സാരമില്ല, ഞാൻ നിന്റെ അമ്മയെ പോലെയല്ലേ എന്ന് പറയും. ഞാൻ തിരിഞ്ഞു നിന്ന് ചിരിക്കാൻ തുടങ്ങും. പക്ഷേ അവര് കരുതും ഞാൻ ഏങ്ങി ഏങ്ങി കരയാണെന്ന്, അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട്. എന്നിട്ട് ബെഞ്ചിലേക്ക് ചെന്ന് എന്റെ ഡെസ്ക് ഓപ്പൺ ചെയ്ത് തല അതിനകത്ത് വെച്ച് കിടന്നുറങ്ങും. നീ ഉറങ്ങിക്കോ, ഞാൻ നിന്റെ അമ്മയെ പോലെയാന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് ചീത്തയാക്കിയിട്ടുണ്ട്, അടി വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ നോട്ടിയായിരുന്നു. അരമതിലെ കാലാട്ടിക്കൊണ്ടേയിരിക്കും. പോകുന്ന പെമ്പിള്ളേർക്കൊക്കെ ഫ്ലൈയിങ് കിസ് കൊടുക്കുമെന്നൊക്കെ കേട്ടു. അതാണല്ലോ ഞാൻ എന്റെ പ്രൊഫഷനാക്കി മാറ്റിയത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഇതുപോലെ. പിന്നെ ഒരു സംഭവം ഉണ്ടായി. അതായത് എന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ലേഡി, കാണാൻ ഒരു 10-16 വയസ്സുണ്ടാവും. അന്ന് എനിക്കൊരു 5 വയസ്സ് കാണും. ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. അവര് എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇവൻ നിങ്ങളുടെ മോൻ എന്റെ അടുത്ത് ചുമരിലിരുന്നുകൊണ്ട് കൈകാട്ടി വിളിക്കുന്നു, വിസിലടിക്കുന്നു, ഹായ് പറയുന്നു, സ്വീറ്റായിട്ടെന്ന് വിളിച്ചു എന്നും പറഞ്ഞു. എന്റെ അച്ഛൻ ഉടനെ പറഞ്ഞു, ഇവനൊരിക്കലും അങ്ങനെ പറയില്ല, ഇവൻ 5 വയസ്സേ ആയിട്ടുള്ളൂ, അടുത്ത വീട്ടിലെ ചെക്കനായിരിക്കും സ്വീറ്റായിട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അടുത്ത വീട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. അവർക്ക് സ്റ്റേഷനറി കടയായിരുന്നു. അവന്റെ പേര് സുഭാഷ് എന്നാ. ഈ പഴി നേരെ അവന്റെ മേൽ ചാരി. പിന്നെ എന്റെ അച്ഛൻ ആ പെൺകുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞ് എന്റെ മോനെ ശരിക്കും നോക്കാൻ പറഞ്ഞു. എനിക്ക് 5 വയസ്സേ ഉള്ളൂ പറഞ്ഞപ്പോ, സോറി ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകത്തേക്ക് ഓടി വന്നിട്ട്, ഹായ് സ്വീറ്റ്. പക്ഷേ ഇപ്പൊ ഞാൻ സമ്മതിക്കുകയാണ്, അത് ചെയ്തത് ഞാനാണെന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ 25 വർഷമായിട്ട് മുംബൈയിലുണ്ടായിട്ടും ആ കുസൃതിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതെ അതെ, പെണ്ണുങ്ങളെ കിസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ. അതില് കുസൃതിക്ക് കുറവൊന്നുമില്ല.
പിന്നെ ഇപ്പൊ എന്റെ മക്കളൊക്കെ വളർന്നല്ലോ. അവരെ എന്നോട് പറയും, മച്ചാ അച്ഛനൊരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അച്ഛനിപ്പോ പഴയതുപോലെയല്ല, അച്ഛന് പ്രായമായെന്ന്, അച്ഛനിങ്ങനെ നോട്ടിയായിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്കാണ് പ്രായമായിരിക്കുന്നത്, എനിക്കല്ലെന്ന്. സോ ഞാൻ ഇന്നും അങ്ങനെയാണ്, ഇപ്പോഴും നോട്ടിയാ. പിന്നെ ഞാൻ അത്രയ്ക്ക് ഹാംഫുൾ അല്ല. അതായത് ഞാൻ ആരെയും ശല്യം ചെയ്യില്ല, ആരെയും അപമാനിക്കാനും പോവില്ല. ചിലപ്പോഴൊക്കെ സംഭവിച്ചിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ മാപ്പ് ചോദിക്കും. ഞാൻ ഇപ്പോഴും നോട്ടി തന്നെ. അപ്പോഴേ താങ്കൾക്ക് ഒരു ആക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്കളുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴേ ധർമ്മേന്ദ്രയുടെ ഹെയർ കട്ട് അല്ലെങ്കിൽ അമിതാഭ് ഹെയർ കട്ട് വേണമെന്ന് പറയുന്നു. അതെ, ഒരിക്കൽ ഗോൾഡ് മാർക്കറ്റിലൂടെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, കൊളംബസ് സ്ട്രിക്റ്റായ സ്കൂൾ, അന്ന് എന്റെ മുടി ലോങ് ആയിരുന്നു. സോ പ്രിൻസിപ്പൾ എന്നെ അസംബ്ലിയിൽ നിന്ന് പറഞ്ഞയക്കും, മുടി വെട്ടിയിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറയും. പിന്നെ അവിടുത്തെ ബ്രദേഴ്സും എന്നെ വഴക്ക് പറഞ്ഞ് പുറത്താക്കും. ഞാൻ അടുത്ത ദിവസം അതിരാവിലെ ഗോൾഡ് മാർക്കറ്റിലേക്ക് പോകും. അവിടെ കണ്ണൊക്കെ തിരുമ്മി കൊണ്ട് ഒരാൾ ഇരിപ്പുണ്ടാവും. പാതി ഉറക്കത്തിലായിരിക്കും അയാള്. ധർമ്മേന്ദ്രയുടെ ഹെയർ കട്ട് മതിയോ അമിതാഭ് ബച്ചന്റെ ഹെയർ കട്ട് മതിയോ എന്ന് ചോദിക്കും. ഞാനിത് ഓരോ ആഴ്ചയും മാറ്റിക്കൊണ്ടിരിക്കും. ഒരാഴ്ച അമിതാഭ് ബച്ചൻ ഹെയർ കട്ട്, അടുത്ത ആഴ്ച ധർമ്മേന്ദ്ര ഹെയർ കട്ട്. എനിക്ക് എപ്പോഴും അദ്ദേഹമാണ് മുടി കട്ട് ചെയ്യാറുള്ളത്. വളരെ വളരെ മോശമായിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പോ ആക്ടിംഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു, അതോ യുവാവായതിനു ശേഷമാണോ? അല്ല, ശരിക്കും ഞാനൊരു സ്പോർട്സ്മാൻ ആകാൻ ആഗ്രഹിച്ചത്. എനിക്ക് എന്റെ രാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്പോർട്സിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹോക്കിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്ന്. പിന്നെ ഞാൻ വളരെ നന്നായി ഹോക്കി കളിക്കുമായിരുന്നു. എനിക്ക് നന്നായി വഴങ്ങുമെന്ന് അറിയാമായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ ഹോക്കി ടീമിൽ ചേരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു, പ്രധാന കളിക്കാരനാവാൻ. ആ സമയത്താണ് എനിക്ക് വലിയ പരിക്ക് പറ്റിയത്. എന്റെ മുതുകത്തൊരു വലിയ പരിക്ക് പറ്റി. അതിനുശേഷം എനിക്ക് കുനിഞ്ഞ് കളിക്കാൻ പറ്റാതായി. സ്പോർട്സ്മാൻ ആവുക എന്ന സ്വപ്നം അതോടെ ഇല്ലാതായി. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവിടെ ഒരു പ്ലേ നടക്കുന്നുണ്ട് ലേഡീസ് ശ്രീറാം കോളേജിൽ. 80 സ്ത്രീകളുടെയും 10 പുരുഷന്മാരുടെയും റോൾ ഉണ്ടെന്ന്. പിന്നെ അവിടെ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ പോയത്. വൈകുന്നേരം വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. അവിടെ മേരി ജോൺ എന്നൊരാളായിരുന്നു ടീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ അന്ന് തിയേറ്ററിലേക്ക് പോയി. എന്റെ സ്പോർട്സ് കരിയർ അവസാനിച്ച വിഷമത്തിലായിരുന്നു ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ടെലിവിഷനിൽ വളരെ ഏർജായി വന്നു. പിന്നെ എനിക്ക് ടിവിയില് 4Gയിൽ ഒരു റോള് കിട്ടി. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പടം കിട്ടി. ജെന്യൂൻലി ഫിലിം ആക്ടർ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാൻ മുംബൈയിൽ ചെന്നപ്പോൾ എന്റെ തിയേറ്റർ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതായത് മേരി ജോൺ. എത്ര ദിവസത്തേക്കെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അപ്പോഴേക്കും പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോ 25 വർഷം കഴിഞ്ഞിട്ടും ചോദിക്കുക എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന്. അതായത് പാതി പേര് അവിടെ നിന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചു, പാതി പേര് എന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നു. അതാണ് സത്യം. പക്ഷെ സിനിമയിൽ പോകണമെന്നുള്ള ഭ്രാന്തൊന്നും എനിക്കില്ല. ടീച്ചർ താങ്കളോട് മുംബൈയിലേക്ക് പോകണ്ട, ആക്ടർ ആകണ്ട അങ്ങനെ വല്ലതും പറഞ്ഞു? അതായത് ഞാനിവിടെ എത്ര പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരെന്നോട് പറഞ്ഞത്, നിന്നെ കാണാൻ കൊള്ളില്ല, നിന്റെ മുഖവും തീരെ ശരിയല്ല എന്ന് അവരെന്നോട് പറഞ്ഞു. നിനക്ക് ആക്ടർ ആവാനുള്ള യോഗ്യതയില്ല, നീ സോഫ്റ്റ് അല്ല. ആ സമയത്ത് ഞാനൊരു ഡയറക്ടറെ മീറ്റ് ചെയ്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ പേര് മൻസൂർ ഖാൻ സാബ്. അദ്ദേഹം എന്നെ സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. കയാമത്ത് സേ കയാമത്ത് തക്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നീ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അതായത് നിനക്ക് ഏത് റോള് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഏത് റോള് ചെയ്യാനും തയ്യാറായി. എനിക്ക് വില്ലൻ റോൾ അപ്പോഴാണ് കിട്ടുന്നത്. ജനങ്ങൾ ഞാൻ ബുദ്ധിമാനാണെന്ന് കരുതി ഞാൻ അതുപോലെ തന്നെ ചെയ്തു. പക്ഷേ പലരും എന്നോട് പറഞ്ഞു, ഡൽഹിയിലുള്ളവർ ഇതും പറഞ്ഞിരുന്നു, താങ്കളോട് താങ്കളുടെ അമ്മയ്ക്ക് നല്ല വിശ്വാസമാണെന്ന്. അമ്മ പറഞ്ഞു എന്ന്, ഷാരൂഖ് മുംബൈ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അതെ, എല്ലാ അമ്മമാരും അങ്ങനെയാ. എന്റെ അമ്മ എന്താ കരുതിയെന്ന് വെച്ചാൽ, എന്റെ അമ്മയൊഴിച്ച് ബാക്കി ആരും ഞാൻ ആക്ടർ ആവുമെന്ന് വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവർ തന്നെ പറയും, ഇല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എന്റെ മകൻ, അവര് ഹൈദരാബാദിലെ സംസാരിക്കുക, എന്റെ മകൻ ദിലീപ് കുമാറിനെ പോലെ ഉണ്ടെന്ന് പറയും. ഇവൻ വളർന്നു കഴിയുമ്പോൾ ദിലീപ് കുമാർ ആവുമെന്ന് പറയും. പക്ഷേ ഇത് കേൾക്കുന്നവരൊക്കെ ഇവൻ ദിലീപ് കുമാർ എന്ന് പറഞ്ഞ് കളിയാക്കും. ഇവനെ അതിനൊന്നും അയക്കരുതെന്ന് പറഞ്ഞ് അമ്മയെ ഉപദേശിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇതാണ്. എന്റെ അമ്മ എന്റെ TV ഷോസും കണ്ടില്ല, എന്റെ സിനിമകളും കണ്ടില്ല. അതിനു മുമ്പേ പോയി. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാവരും എന്നെക്കുറിച്ച് കരുതും ഞാൻ വലിയ ആംബിഷ്യസ് ആണെന്ന്. പിന്നെ ഞാനെല്ലാം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും, വലിയ പണക്കാരനാവണം. അതായത് ഞാൻ എത്ര വലിയ സ്റ്റാർ ആവണമെന്ന് വെച്ചാൽ, എന്റെ അമ്മ എന്നെ ഹെവനിൽ നിന്ന് കണ്ട് ആസ്വദിക്കണം. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്റെ ലൈഫിലെ ഡ്രീം ഇതായിരുന്നു. ഡൽഹിയിലുള്ളവർ ഇക്കാര്യവും പറഞ്ഞിരുന്നു. താങ്കൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ താങ്കൾക്ക് ഗുരുവിനെ പോലുള്ളവരും അതുപോലെ ആർട്ടിസ്റ്റുകളും ഒക്കെ വരും, അവരുടെ മടിയിൽ താങ്കൾ. അതെ, എന്റെ അച്ഛൻ, ഞങ്ങൾ വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒരു ചെറിയ മെസ്സ്, അതായത് ക്യാൻറ്റീൻ നടത്തുമായിരുന്നു. എന്റെ അനിയത്തി മോഡേൺ സ്കൂളിലാണ് പഠിച്ചത്. അത് 3:30 വരെയാണ്. കൊളംബസ് 1:30 തീരും. അപ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ വന്നിരിക്കും.
അപ്പോ രാജ് ബബ്ബർ സാർ, അജിത് വജാനിജി, രോഹിണി അഥൻഗഡ്ജി, സുരേഖ ശേഖർജി, മനോഹർ സിംഗ് ജി, അങ്ങനെ എല്ലാവരും, ഒരുപാട് പേര്, അൽക്കാസി സാബ്, ഇവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇവരുടെ എല്ലാവരുടെയും മടിയിൽ കയറി ഞാനിരിക്കും. പിന്നെ ഇന്ത്യയിലെ വലിയ വലിയ പ്ലേയേഴ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്, തുഗ്ലക്, റസിയ സുൽത്താന, സൂരജ് കാ സാത്വ ഗൌഡ, വലിയ വലിയ ആളുകൾ. ഇവരുടെയൊക്കെ മടിത്തട്ടിൽ വളർന്നുകൊണ്ടായിരിക്കാം ഞാനൊരു വലിയ ആക്ടറായി തീർന്നത്. ഞാൻ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ കാലത്തെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഞാനന്ന് പ്രാക്ടീസ് ചെയ്ത ഡയലോഗ്സ് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അജിത് വജാനിയുടെ. ഇപ്പൊ ഞാൻ ये दुरुस्त है कि मैं गुलाम हूँ, मिट्टी सा सिया जिसे कदमों के नीचे रोन दिया गया हो, लेकिन हमें ये एक ही रुतबा देता है. खुदा की नज़र में हम एक हैं. खुदा और खून और रंग से नहीं, अमल से परखता है. रजिया सुल्ताना, ऐसा सब. അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊരു 8-9 വയസ്സുണ്ടാവും. ദിവസം മുഴുവനും ഞാൻ അവരുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ രാജ് ബബ്ബർ സാറിനെ ബബ്ബർ ഷേർ അങ്കിൾ എന്നാ പറയാറ്. എനിക്ക് അദ്ദേഹമായിട്ട് പൊളിറ്റിക്കലായിട്ട് ബന്ധമൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് വളർന്നത്. അദ്ദേഹം എന്നും എന്നോട് പറയാറുണ്ടായിരുന്നു, നീ ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും NSDയുടെ കാറ്റ് നിന്റെ മേൽ വീശിയിട്ടുണ്ടെന്നാണ്. അവിടെ വലിയ വലിയ ആക്ടേഴ്സ് ഉണ്ട്, നീയാണെങ്കിൽ വളരെ യങ്ങല്ലേ. പക്ഷേ അവരാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാം. സിനിമയിലല്ല, തിയേറ്ററിലാണ് ഉള്ളത്. സോ എനിക്ക് അങ്ങനെ ഒരു ലക്കി ചാൻസ് കിട്ടിയത്. ആരാണ് താങ്കൾക്ക് ഇത്രയും കുസൃതി ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്? രാജ് ബബ്ബർ സാർ തന്നെ. അദ്ദേഹത്തെ ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെ വഴക്ക് പറയും, എന്നാലും പറയാ. ഞങ്ങള് ആ പ്ലേയിൽ കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. എന്തായാലും സോറി, റിയൽ ലൈഫ് പ്ലെയറാ. സോ ഐ തിങ്ക് രോഹിണിയുമായി അദ്ദേഹത്തിന് കിസ്സിംഗ് സീൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ നിങ്ങൾ ശരിക്കും ഹിസ് ചെയ്തോന്ന്. അദ്ദേഹം പറയും, മോനെ നീ പോയി ആന്റിയോട് ചോദിക്കുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ തമാശ പറയും. അതായത് ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ എന്നോട് പറയും. എന്തായാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഇപ്പോഴും ആ കുസൃതി താങ്കളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ടിവിയിൽ താങ്കളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നവരെ ഒരു വഴിയാക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുമെന്ന്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ടിവിയിൽ ഒരുപാട് പേര് പല വിധത്തിൽ സംസാരിക്കുന്നുണ്ട്, അവരെ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നും അവരുടെ ചെവി കടിച്ചു പറിച്ചിട്ട് വന്നാലോ എന്ന്. കാലത്ത് തന്നെ ന്യൂസ് വെച്ചാ എത്ര പേര് സംസാരിക്കുന്നുണ്ടെന്നറിയോ. ഞാനൊരു പ്രോഗ്രാമിൽ പറയുണ്ടായി, ചില സമയത്ത് 4 ഭാഗത്തുനിന്നും റാപ്പ് മ്യൂസിക് കേൾക്കുന്ന പോലെയാണ്. ചിലപ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്, എന്ത് സംസാരിക്കുന്നു, ഒരു പിടിയും കിട്ടില്ല. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങളൊരു വലിയ ജേർണലിസ്റ്റ് ആണ്, ഒരു വലിയ ജേർണലിസ്റ്റ്, വളരെ വലിയ ജേർണലിസ്റ്റ്. നിങ്ങൾ അവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. അവരോട് പറയണം, ദയവേത് നിങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിക്കുക, എല്ലാവരും ഒരുമിച്ച് പറയില്ലെന്ന് പറയണം. കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കും. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. അവര് സംസാരിക്കുന്ന നിർത്തിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ആരും ചെവി കൊടുക്കാറില്ല. ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു, ഇതെന്തിനു ചെയ്തു എന്ന്. ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. മിണ്ടാതിരുന്നാൽ മതി. ഇന്റർവ്യൂ ചെയ്യുന്നവർ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കും. പക്ഷേ ആപ്കി അദാലത്തിൽ താങ്കൾക്ക് അങ്ങനെയുള്ള സന്ദർഭം വേണ്ട സർ, വേണ്ട വേണ്ട. ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്റെ അടുത്ത് പല കുറ്റാരോപണങ്ങളും ഉണ്ട്. താങ്കളുടെ നേരം പോക്ക് എന്തൊക്കെയാണ്? ഞാൻ യോഗ ചെയ്യും, പിന്നെ 2 മണിക്കൂർ ഓടും. അത് കഴിഞ്ഞ് ഞാൻ പൂജ ചെയ്യും, പിന്നെ നിസ്കരിക്കും. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോകും. അവിടെ ധാരാളം നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവിടേക്ക് ചെല്ലും. സത്സംഗ്. അതെ, സത്സംഗിലേക്ക് പോവും. അവർ പറയുന്നെല്ലാം കേൾക്കും. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് നേരം പോക്കൊന്നുമില്ല. ഇപ്പൊ എന്റെ നേരം പോക്കെന്ന് പറയുന്നത് മക്കള് മാത്രമാണ്. അതായത് എനിക്ക് പ്രത്യേകിച്ച് നേരം പോക്കില്ല. മുൻപ് എനിക്ക് ഒരുപാട് നേരം പോക്കുകൾ ഉണ്ടായിരുന്നു. ബുക്സ് വായിക്കും, പിന്നെ ഒരുപാട് സിനിമകൾ കാണും. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്റെ മക്കളുടെ കൂടെ കഴിയാനാണ് ഇഷ്ടം. ബൊമ്മകളുമായി കളിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇരിക്കും. പിന്നെ സ്ത്രീകളുടെ എന്തെങ്കിലും പ്രോഗ്രാം കാണണമെന്ന് വിചാരിച്ചാ, അതായത് മേക്കപ്പ് ഷോസ് കാണണമെങ്കിൽ എന്റെ മോളുടെ കൂടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും കുസൃതി കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മോന്റെ കൂടെ ഞാൻ കറങ്ങും. വേറെ ഒരു ടൈം പാസും ഇല്ല. സിനിമ ചെയ്യുക, പിള്ളേരുടെ കൂടെ സമയം ചെലവഴിക്കുക. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഫാൻസ് ഉണ്ടാക്കണമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഫാൻസ് എല്ലാം ഗേൾസ് ആയിരിക്കണമെന്നുള്ളത്? എന്താന്ന് വെച്ചാ, ഐ തിങ്ക് താങ്കളുടെ ഗ്രേറ്റസ്റ്റ് ഫാൻസ് എല്ലാം ലേഡീസ് ആണ്, അതുകൊണ്ടാണ്. അവര് പറഞ്ഞത് ശരിയാണ്. പറയുകയാണെങ്കിൽ അതെ, ശരി. പക്ഷേ അതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഏത് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചോ അതിലുള്ള ഫിലിം സ്റ്റാർസ് ആദ്യം അവർ തന്നെ അവരുടെ ഫാനായിരിക്കണം. സോ ഞാനത് ശ്രമിച്ചു നോക്കി. പെൺകുട്ടികളുടെ സ്കേർട്ടൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിഗ് വെച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ കാണാൻ ബോറായിരുന്നു, വൃത്തികേടായിരുന്നു എന്ന് പറയാം. ഒരു കൂടോത്രക്കാരിയുടേത് പോലെ ഉണ്ടായിരുന്നു. അതായത് പെൺവേഷം എനിക്ക് ചേരില്ല, വൃത്തികേടായിരിക്കും, ഉള്ളത് പറയാലോ. സോ എനിക്ക് അഗ്ലി ഫിലിമിൽ അതുപോലെ ഒരു ചാൻസ് കിട്ടി. ഒരുപക്ഷെ അത് ഓടിയാൽ പാർട്ട് 2-ൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100% പെണ്ണുങ്ങളായിരുന്നിരിക്കണം ഫാൻസ്. അപ്പൊ പിള്ളേരൊക്കെ ആര്യൻ ഖാൻ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇനി അടുത്ത സിനിമകളിൽ, ഇനി വരുന്ന സിനിമകളിലൊക്കെ പെണ്ണുങ്ങളായിരിക്കും എന്റെ ഫാൻസ്. അതെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
പക്ഷേ ചില ഫാൻസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, രാത്രി താങ്കളുടെ വീട്ടിൽ കയറി. അതുപോലെ ധാരാളം ഫാൻസ് ഉണ്ട് രജിത് സാർ. പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. എന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രസ് പാർട്ടി നടത്തിയിരുന്നു. അതിന് വലിയ വലിയ ജേർണലിസ്റ്റ് പിന്നെ നിറയെ ആക്ടേഴ്സും വന്നിരുന്നു. അതിനിടയ്ക്ക് കൂട്ടത്തിനിടയിൽ ഒരു ഫാൻ നുഴഞ്ഞു കയറി. എന്നിട്ട് അയാളുടെ തുണി അഴിച്ച്, ഒരു പുരുഷൻ, ഭാഗ്യം അയാളുടെ തുണി അഴിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി നീന്താൻ തുടങ്ങി. എന്നിട്ട് അയാൾ മുകളിൽ കയറി വന്ന് തോർത്തെടുത്ത് തോർത്താൻ തുടങ്ങി. അതൊക്കെ അയാൾ കൊണ്ടുവന്നിരുന്നു. സെക്യൂരിറ്റി അയാളെ പിടിച്ച്, എന്താ ഈ ചെയ്യുന്ന, ഒന്നും ചെയ്യരുത്, ഞാൻ കള്ളനല്ല, ഞാൻ ഷാറൂഖ് ഖാൻ കുളിക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് എന്നയാൾ പറഞ്ഞു. അതെ. പിന്നെ ഞാൻ കുളിച്ചു കഴിഞ്ഞു, എന്നെ പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തെ പിടിച്ചുവെച്ച് എനിക്ക് ഫോൺ ചെയ്തു. സാർ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കാണാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു. ആള് പറഞ്ഞു എന്നോട് ഒരുപാട് ഹാർഡായിട്ട് പെരുമാറില്ലേ. ഞാൻ ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നാണ്, കുളിച്ചു കഴിഞ്ഞു, ഇനി എന്നെ വിട്ടേക്കെന്നും പറഞ്ഞ് അയാളുടെ പാട്ടിന് ഇറങ്ങിപ്പോയി. ഓക്കെ ഷാരൂഖ്, ആശംസകൾ. താങ്കൾക്ക് ഇതുപോലെ ധാരാളം ഫാൻസ് ഉണ്ട്. എന്റെ അടുത്ത് പല കുറ്റാരോപണങ്ങളും ഉണ്ട്, അത് തുടരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഷാരൂഖ് ഖാന്റെ മേലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. ഷാരൂഖ്, 22 വർഷം മുൻപ് താങ്കൾ ആപ്കി അദാലത്തിൽ വന്നിരുന്നു. അപ്പോൾ ഓഡിയൻസിൽ ആരോ ഒരാൾ പറഞ്ഞു അമിതാഭ് ബച്ചനാണ് നമ്പർ 1 എന്ന്. അപ്പൊ താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഞാൻ ഗ്രേറ്റസ്റ്റിനേക്കാളും ബെറ്റർ ആണെന്ന്. അന്നത്തെ ആ എപ്പിസോഡ് സാറിൻ്റെ കയ്യിലുണ്ടോ? ഉറപ്പായി. ഇല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുമായിരുന്നു. ഇപ്പോഴും താങ്കൾ അങ്ങനെ തന്നെയാണോ കരുതുന്നത്, എല്ലാരേക്കാളും ഷാരൂഖ് ഖാൻ വലിയ ആളാണെന്ന്? ഇപ്പൊ ലോകം തന്നെ സമ്മതിച്ചല്ലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം അരഗണ്ടാണ് എന്നുള്ളതാണ്. ഇത് ഇപ്പൊ സംഭവിച്ച കാര്യമൊന്നുമല്ല ഷാരൂഖ്. 22 വർഷം മുൻപ് താങ്കൾ ആപ്കി അദാലത്തിൽ വന്നിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പോ ഓഡിയൻസിൽ ആരോ ഒരാൾ പറഞ്ഞു അമിതാഭ് ബച്ചനാണ് നമ്പർ 1 എന്ന്. അപ്പൊ താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഞാൻ ഗ്രേറ്റസ്റ്റിനേക്കാളും ബെറ്റർ ആണെന്ന്. അന്നത്തെ ആ എപ്പിസോഡ് സാറിൻ്റെ ഇപ്പോഴും ഉണ്ട്? ഉറപ്പായി. ഇല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുമായിരുന്നു. അന്ന് കുട്ടികളിയാ, കുട്ടികൾ വിവരമില്ലാതെ അങ്ങനെ പലതും പറയുമല്ലോ. അതുകൊണ്ട് പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കണം ജഡ്ജി സാർ. പിന്നെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. എല്ലാവർക്കും തെറ്റുപറ്റും, പക്ഷെ എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഇപ്പൊ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അത്ര വലിയ ആക്ടർ അല്ലെന്ന്. അന്ന് എനിക്ക് ആക്ടിങ് കുറേശ്ശെ വശമുണ്ടായിരുന്നു. കുറേശ്ശെ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നുക. ഇന്ന് 25 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വലിയ വലിയ ആക്ടേഴ്സിന്റെ പ്രാധാന്യം എനിക്ക് അറിയില്ലെന്ന്, എനിക്ക് അത്രയ്ക്ക് വിവരമില്ലെന്ന്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കാരണമാണ് അത് സംഭവിച്ചത്. താങ്കൾ ഇതും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഡയറക്ടറിനൊപ്പം ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ടീഷൻ അംഗീകരിക്കണം, എന്നാൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ, ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിരിക്കണമെന്ന് താങ്കൾ ആദ്യം തന്നെ പറയുമെന്നും താങ്കൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് നല്ലതാണെങ്കിൽ ബാക്കിയെല്ലാം. ഞാൻ അത്തരത്തിലുള്ള ആളൊന്നുമല്ല, പക്ഷെ സ്നേഹത്തോടെ എന്തും ചെയ്യൂ. ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ എന്റെ എല്ലാ ഡയറക്ടേഴ്സിനോടും പറയാറുണ്ട് സ്നേഹത്തോടെ എന്നെ ജോലി ചെയ്യിപ്പിക്കണമെന്ന്. സ്നേഹത്തോടെ പറയണം, സമയത്തിന് വരണമെന്ന് പറയാതെ കുട്ടികളോട് പറയുന്ന പോലെ പറയണമെന്ന്. അതൊരു അരഗൻസ് അല്ല, എന്റെ ആഗ്രഹമാണെന്ന് പറയാം. 50 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ തന്നെയാ. കുസൃതിക്ക് കുറവൊന്നുമില്ല, എന്റെ ഇഷ്ടപ്രകാരം. ഇപ്പോഴും താങ്കൾ അങ്ങനെ തന്നെയാണോ കരുതുന്നത്, അതായത് ഷാരൂഖ് ഖാൻ എല്ലാരെക്കാളും ഉയർന്ന ആളാണ്? ഈ ലോകം തന്നെ സമ്മതിച്ചല്ലേ. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എന്താന്ന് വെച്ചാ അതായത് 22 വർഷം മുൻപ് ഞാൻ അർഹണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയല്ല. ഇതെന്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ് സർ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. പിന്നെ സത്യം ഒരിക്കലും മാറ്റാനാവില്ലല്ലോ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്റലിജന്റ് ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? അല്ല, ഡൽഹി സ്വദേശി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഒരു ഇതുള്ളത്? ഡൽഹിക്കാർക്ക് എന്ത് വേണേലും പറയാം. ഇത് താങ്കൾ തമാശനൊന്നും പറഞ്ഞതല്ല. നോക്കൂ, എന്റെ അടുത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇത് ജാനുവരി 2016 വന്ന മാഗസീനാണ്. ഇതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല.
ഞാൻ ഈ ലോകത്തെ സെക്കൻഡ് റിച്ചസ്റ്റ് ആക്ടറാണ്. ലോകത്തിലെ. അതെ. അല്ല, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ദുഃഖത്തോടെ പറഞ്ഞത്. ഇത് ഞാനൊരു കംപ്ലൈന്റ് ആയിട്ടാ പറഞ്ഞത്, അല്ലാണ്ട് ഷോ കാണിക്കാൻ പറഞ്ഞതല്ല. ഞാൻ 2ാം സ്ഥാനത്തല്ലേ, 1ാം സ്ഥാനത്തല്ലല്ലോ. 1ാം സ്ഥാനത്ത് എത്താത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഒരു കാര്യം പറയാം, ഇതൊരു തെറ്റായ ഇൻഫർമേഷനാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥ പറയാം. ഈ ന്യൂസ് വന്ന സമയത്ത് എന്റെ സിനിമ ഹാപ്പി ന്യൂ ഇയർ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഒരു വലിയ സെറ്റ് ഇട്ടിരുന്നു. പിന്നെ കാർ റോഡെന്ന് മുംബൈയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ കരീം ഞങ്ങളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഷാറുഖ് സെറ്റ് ഇടാൻ കയ്യിൽ കാശില്ലെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും കല്യാണം നടക്കണ്ടോ എന്ന് നോക്കും, ഞാൻ അവിടെ പോയി ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു. സെറ്റ് ഇടാൻ കാശില്ല, കാരണം വലിയ സെറ്റാണ്. ഹാപ്പി ന്യൂ ഇയറിന്റെ ക്ലൈമാക്സിന് വേണ്ടി ഞങ്ങൾ ഒരു വലിയ സെറ്റാ പ്ലാൻ ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ കാശില്ല, 12 ദിവസത്തിനുള്ളിൽ കാശ് അടയ്ക്കണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കൂ, ഞാൻ ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളന്ന്. ആ സമയത്താണ് ട്വിറ്ററിൽ ഒരു ന്യൂസ് ഞാൻ കാണുന്നത്. കയ്യിൽ കാശില്ലാത്ത സമയത്ത് ഷാറുഖ് ഖാൻ ഇസ് ദ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് എഴുതിയിരുന്നു. ഇതൊക്കെ മോശമല്ലേ? കയ്യിൽ സെറ്റ് ഇടാൻ കാശില്ലാത്തപ്പോഴാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. ഇത് ശരിക്കും വളരെ വിചിത്രമായിരുന്നു, തമാശ. താങ്കൾ ഇതും പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, അതായത് ഞാൻ വേൾഡിലെ ഇതുപോലത്തെ 2ാമത്തെ ആളാണ്, ഞാൻ ആക്ടിങ്ങിലല്ല ഇത് സമ്പാദിച്ചത്. ഞാൻ ആക്ച്വലി സമ്പാദിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പടത്തിന് കാശൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ എന്റെ ആക്ടിങ്ങിന് കാശ് ആരും തരൂല്ല. അല്ല, ഞാൻ ആക്ടിംഗ് ആണോ ചെയ്യുന്നത്? ജെന്യൂൻലി ഞാൻ കാശ് വാങ്ങിക്കാറില്ല. ഞാൻ എൻഡോസ്മെന്റ്സിന് വാങ്ങിക്കും, ലൈവ് ഷോസിന് വാങ്ങിക്കും, എന്തിനാണെങ്കിലും ഞാൻ വളരെ അധ്വാനിക്കും. ഞാൻ എപ്പോഴും എന്റെ പ്രൊഡ്യൂസർമാരോട് പറയും, പണം പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, എന്നാലേ പടം നന്നാവുമെന്ന്. സീരിയസ് ആയിട്ട് പറയാം. എന്റെ കൂടെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആപ്കി അദാലത്തിൽ വരികയാണെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, അവർ തീർച്ചയായും പറയും ഷാറുഖ് പൈസ വാങ്ങിക്കില്ലെന്ന്. പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, സമ്പാദിക്കുകയാണെങ്കിൽ തരണമെന്ന് പറയും. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ കഴിഞ്ഞ 15-20 വർഷത്തിനിടയ്ക്ക് ആരോടും പടത്തിന് ഇത്ര കാശ് വേണമെന്ന് ചോദിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞാൻ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അതിൽ ധാരാളം സമ്പാദിക്കും, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് സത്യമാണ്, ഒരിക്കലും നുണയല്ല. പിന്നെ ഞാൻ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഫ്ലോപ്പ് സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജെന്യൂനായിട്ട് എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എടുക്കുക എന്ന് വെച്ചാൽ അതൊരു പൂജയാണ്. അതാണ് എനിക്ക് ദൈവം. ഞാനൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയിൽ പ്രവർത്തിക്കാറില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബിസിനസ്സായിട്ടേ കാണൂ. പക്ഷേ ഒരു പടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കാശ് വാങ്ങിക്കാറില്ല. പക്ഷെ പബ്ലിക് ഇങ്ങനെയാണ് കരുതുന്നത്, ഷാരൂഖ് ഖാൻ എന്ത് ചെയ്താലും കാശിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഏത് പ്രൊഡ്യൂസറോട് ചോദിച്ചാലും ശരി, ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തൂക്കിലേറ്റാം, ഞാൻ റെഡിയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനോടും പ്രൊഡ്യൂസേഴ്സിനോടും പറയും, എനിക്ക് കാശ് വേണ്ടെന്ന്. നിങ്ങൾ ഈ പണം പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ജെന്യൂനായിട്ട്, അതായത് എന്റെ എന്താ പറയുക അതിന്, ദിസ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് തിങ് ഐ ക്യാൻ ഡു ടു ആക്ട് ആൻഡ് ഫിലിംസ്. അതായത് ഞാൻ ഒരിക്കലും ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടിട്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ചിലര് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യും, പണത്തിന് വേണ്ടി ചെയ്യും, മനസ്സിന് വേണ്ടി ചെയ്യും. ഉടലും പണവും മനസ്സും പടത്തിൽ എന്റെ പാർട്ട് ഇതാണ്. തൻ മൻ ധൻ സബ് ഹൈ തേരാ. ഇത് ഞാൻ ഏതെങ്കിലും പെണ്ണിന് വേണ്ടി പറഞ്ഞതല്ല, പടത്തിന് വേണ്ടി. ബിൻ തേരെ ക്യാ ഹൈ മേരാ, സച്ച്മുച്ച് രാത് ദിൻ തേരെ ഗുൻ ഗാതാ രഹൂം. ിരിക്കും അതായത് സിനിമയെ ഉടലുകൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഇങ്ങനെ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കൽ ഫക്കീറാവും. സത്യമാണ് പറയുന്നത്. ഞാൻ എപ്പോഴും സിനിമ എടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹോപ്പ് ഇതാണ്, ഞാൻ ഏത് സിനിമ എടുത്താലും ഒരുപാട് പേര് അത് കണ്ട് വളരെയേറെ സന്തോഷിക്കണം. ഇതൊരിക്കലും സമ്പാദിക്കാൻ വേണ്ടിയല്ല, തീർച്ചയായും ഇതുപോലുള്ള സിനിമകൾ എടുക്കും. ഈ കാര്യത്തിൽ ഞാനൊരു നാഷണലിസ്റ്റാ. നമ്മളെടുക്കുന്ന സിനിമ കണ്ടിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമ എടുക്കുന്ന ഇന്ത്യയാണെന്ന് പറയണം. ദാറ്റ്സ് മൈ ഡ്രീം. ശരി, ഫിലിമിൽ നിന്ന് താങ്കൾ പണം സമ്പാദിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത്? ആടും പാടും, ഞാൻ പാർട്ടികളിൽ ചെന്ന് ഡാൻസ് ചെയ്യും, അത് പ്രൈഡായി ചെയ്യും, ഷോസ് ചെയ്യും. പിന്നെ മാഷാള്ള എനിക്ക് നല്ല മാർക്കറ്റുണ്ട്. ലൈവ് ഷോയിൽ എന്റെ മാർക്കറ്റ് വളരെ നന്നായി പോകുന്നുണ്ട്. ഞാൻ എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്, വർഷത്തിൽ ഏകദേശം 20 എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യുവാക്കളോട് ഒരു കാര്യം പറയണം, സത്യസന്ധമായിട്ട് പറയാണ്. കാശ് സമ്പാദിക്കുന്നത്, എന്നിട്ട് നല്ല വീട് വെക്കുന്നത്, നല്ല കാറ് വാങ്ങിക്കുന്നത്, പിന്നെ ഭാര്യയും മക്കളെയും നോക്കുന്നത്, ഇതായിരിക്കണം ഏറ്റവും പ്രധാനം. ചിലർ നിങ്ങളോട് പറയും മെറ്റീരിയൽ വാല്യൂ ചെയ്യരുതെന്ന്. നിങ്ങൾ ഹിമാലയത്തിലേക്ക് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെവിടേക്കെങ്കിലും പൊയ്ക്കോളൂ. പൈസയിലൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കുക, അവർക്കൊരു വീട് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക. അതായത് ഞാൻ സിനിമ ചെയ്യുന്ന പോലെയൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ജെന്യൂൻലി ദൈവം എനിക്ക് ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സമ്പാദിക്കുന്നുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്ത് സമ്പാദിക്കുന്നു, അതും വളരെ സന്തോഷത്തോടെ സമ്പാദിക്കുന്നു. 22 വർഷം മുൻപ് താങ്കൾ ഇവിടെ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. താങ്കൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി
പോക്കറ്റിൽ പണം വെച്ചുകൊണ്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയെന്ന്. അതെ, എന്നോട് ജനങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതെ, അദ്ദേഹം കാശ് വാങ്ങിച്ച എന്തും ചെയ്യൂ, അത്ര വലിയ ജേർണലിസ്റ്റ് ആണെന്ന്. ആ ഒരു 6-7 മാസത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ചെന്ന് എനിക്ക് ഈ അവാർഡ് വേണമെന്ന് പറഞ്ഞു. ഐ തിങ്ക് ബാസികറാണെന്ന് തോന്നുന്നു. ഞാനതിൽ വളരെ നന്നായി അഭിനയിച്ചിരുന്നു. അതായത് തോറ്റു ജയിക്കുന്നവരെ ബാസികർ എന്ന് പറയും. സോ ഞാനൊരു വിഡ്ഢിയെ പോലെ അവിടെ ചെന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ കാശ് എന്നാൽ അവാർഡ് തരുമെന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു. എന്റെ കയ്യിൽ 250-300 രൂപയേ ഉള്ളൂ, ഇപ്പോ ഇത് വാങ്ങിച്ചോളൂ, ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ തരാന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് അത് ഷെയിമായി പോയി. നല്ല മനുഷ്യനായിരുന്നു. ഷാറുഖ്, ദാറ്റ്സ് നോട്ട് ട്രൂ, അങ്ങനെയൊന്നും ഇവിടെ. അത് ഞാൻ പബ്ലിക്കായി തന്നെ ചോദിച്ചു. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയും ഇക്കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ശരിക്കും മാപ്പ് ചോദിച്ചു, സാർ അറിയാതെ പറഞ്ഞാണ്, ക്ഷമിക്കണമെന്ന്. കാരണം അങ്ങനെയല്ലായിരുന്നു. ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് കാശ് കൊടുത്ത് വാങ്ങിച്ചാണെന്ന് ആളുകൾ പറയരുതല്ലോ, അല്ലേ? സർ, എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വിജയത്തിന്റെ പുറകിൽ നിങ്ങളുടെ അമ്മയാണെന്ന് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അമ്മ ദൈവത്തിന്റെ ചെവി പിടിച്ച് ദൈവത്തിന്റെ ചെവിയിലൂടെ താങ്കളെ സക്സസ്ഫുൾ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, അടുത്ത 25 വർഷത്തിന് ശേഷം താങ്കൾ ഒരു സക്സസ്ഫുൾ ആളായിരിക്കും. ഈ വേൾഡിലെ ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ ആയിരിക്കും. സെക്കൻഡ് സാർ, എന്റെ കാഴ്ചയിൽ നിങ്ങൾ സാർ ഫസ്റ്റ് ആവും. സാർ, താങ്കൾ ഇപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ സാർ? താങ്കൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അബ്സല്യൂട്ട്ലി. ഞാനൊരു കാര്യം പറയാം. ദൈവാനുഗ്രഹത്താൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഒരിക്കലും നമ്മളെ വിട്ടു പോകരുത്, ഈ ലോകം വിട്ടു പോകരുത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഇത് എല്ലാവർക്കും സംഭവിക്കും. എനിക്ക് കുറച്ച് ചെറുപ്പത്തിൽ നടന്നുവെന്ന് മാത്രം. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയിരുന്നിരിക്കാം. അവർക്ക് അത്രയേ ആയുസുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും എനിക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അവർ ദൈവത്തിന്റെ അരികിൽ ഇരിപ്പുണ്ടാവുമെന്ന്. അവർ ദൈവത്തോട് പറയും, എന്റെ മകന് ഒരു ആപത്തും ഉണ്ടാവരുതെന്ന്. സത്യത്തിൽ ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും ഒരാഴ്ചയിൽ 2-3 ദിവസം എന്റെ മക്കളുടെ കൂടെ എന്റെ വീടിന്റെ ടെറസിൽ പോയി നിൽക്കാറുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ മുകളിൽ കാണുന്ന 2 നക്ഷത്രങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവരെ നോക്കി താങ്ക്സ് പറയും, സന്തോഷിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, അതാ നോക്കി, അതാണ് നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ന്. അവർക്ക് ഹലോ പറയാൻ പറയും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഡ്ഢിത്തരമായി തോന്നാം, എന്നാലും പ്രെയർ ചെയ്തിട്ട് ഞങ്ങൾ വരും. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ സിനിമ കാണുന്നവർ സന്തോഷിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതൂ. അതായത് എനിക്ക് കിട്ടിയതിനൊന്നും ഞാൻ യോഗ്യനാണെന്ന് ഞാൻ എപ്പോഴും കരുതിയിട്ടില്ല. പിന്നെ ആ യോഗ്യത നേടാനുള്ള ശ്രമത്തിൽ, അതായത് എപ്പോഴും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും എനിക്ക് ഇങ്ങനെ തോന്നണം, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം, അതിനുള്ള അവകാശം തീർച്ചയായും എനിക്കുണ്ടെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. ഷാറുഖ്, താങ്കളെ ആശംസിക്കുകയാണ്. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം താങ്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെവിടെയുണ്ടെങ്കിലും താങ്കളെ കണ്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കുറ്റാരോപണവും ചോദ്യങ്ങളും തുടരും. ഞാൻ എന്റെ തലയിൽ കൈവയ്ക്കും. എന്റെ തലയിലെടുത്ത് എന്താന്ന് നോക്കി. സുന്ദരികളായ പെണ്ണുങ്ങളെ എപ്പോഴും കെട്ടിപ്പിടിക്കാം, അവരെ കിസ് ചെയ്യും, അവരെ സ്നേഹിക്കും, എന്നിട്ട് അതിനുള്ള പേയ്മെന്റും ഞാൻ വാങ്ങിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഷാരൂഖ് ഖാനാണ്. നമ്മൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം അബ്നോർമൽ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിൽ ഏത് ആർട്ടിസ്റ്റ് വന്നാലും അവർ തന്റെ കരിയർ ഒരു ലവ് സ്റ്റോറിയോട് കൂടിയാണ് തുടങ്ങുന്നത്. പക്ഷെ താങ്കളുടെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ താങ്കളുടെ ഹീറോയിനെ മേളിൽ നിന്നും തള്ളിവിടുകയാണ് ചെയ്തത്. അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. സത്യമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവർ എന്നെ വല്ലാതെ ശല്യം ചെയ്തു. പിന്നെ ഒരു പെണ്ണ് സമ്മതിച്ചില്ലെങ്കിൽ, ഞാൻ തമാശയ്ക്ക് പറയണേ, എനിക്ക് പെണ്ണുങ്ങളോട് ബഹുമാനമുണ്ട്, വല്ലാത്ത സ്നേഹമുണ്ട്. ഞാൻ സ്ത്രീകളെ താഴേക്ക് തള്ളിവിടാറില്ല. വീഴാൻ പോകുന്നൊരു താങ്ങിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. പിന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, എനിക്ക് കിട്ടിയ റോൾസൊക്കെ മറ്റുള്ള ആക്ടേഴ്സ് റിജക്റ്റ് ചെയ്ത റോൾസാണ്. വലിയ വലിയ ആക്ടേഴ്സ് ആ റോൾ ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. അതായത് ഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ ആക്ടേഴ്സും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ, പലരും എന്നെ നോക്കി എന്താ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാ, അതായത് ഹീറോ റോള് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ലവ് റോള് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇത് ചെയ്ത് എന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്റ്റേജിൽ നിന്ന് വന്നതാണെങ്കിലും ഞാൻ മുംബൈയുടെ സ്വന്തം ആളല്ല. അതായത് ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് വളരെ പുതിയ ഒരാളാണ്. 2 കാര്യങ്ങൾ. ഹീറോ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഒരു ലോഞ്ച് ഉണ്ടാവും, പിന്നൊരു പുതിയ പെണ്ണുമായി ഒരു പാട്ടുണ്ടാവും, ആട്ടം ഉണ്ടാവും, അങ്ങനെ എൻജോയ് ചെയ്യുമെന്നാ വിചാരിച്ചത്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ, വേറെ ആരും എനിക്ക് പറഞ്ഞു തന്നതുമില്ല. എനിക്ക് ഈ റോൾ ചെയ്യാന്ന് തോന്നി. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ റോൾ ചെയ്യാന്ന് തോന്നി. പിന്നെ എല്ലാവരും എന്താ പറഞ്ഞെന്ന് വെച്ചാ, സിനിമ കണ്ടുവന്ന് എന്നോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ, നീ തെറ്റ് ചെയ്തു, നിന്റെ കരിയർ ഇതോടെ അവസാനിച്ചെന്ന്. ഈ പടം ഓടില്ല. ബട്ട് ഐ തിങ്ക്
ഫൈനലി ജനങ്ങൾക്ക് നല്ല റോളും നല്ല കഥയും ഇഷ്ടാവുമെന്ന് വന്നു. പിന്നെ ആ സമയത്ത് എന്റെ സമയവും നല്ലതായിരുന്നു, കാലവും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. യങ് ജനറേഷൻ, ആ സമയത്ത് 90s കിഡ്സും വന്നോണ്ടിരുന്നു. എന്നോട് ഹീറോയും ഓക്കെ ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഹീറോയിൻസിന്റെ ഇന്റർവ്യൂവിനേക്കാളും കോളേജിലെ പെൺകുട്ടികളെ കളിയാക്കുന്നത്, ഇവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ, പിന്നെ പയ്യൻ പാവമായിരിക്കാം, പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും പണക്കാരായിരിക്കാം, പിന്നെ ഒരു വലിയ വഴക്കുണ്ടാവും, പിന്നെ അവര് നേരെ മലയിൽ നിന്ന് താഴേക്ക് ചാടാനൊരുങ്ങും, അച്ഛനും അമ്മയും അരുത് അരുതെന്ന് പറഞ്ഞ് കരയും. പക്ഷെ ഞാൻ കുറച്ച് ലക്കിയ, കാലം മാറി. ലക്കിയാണോ അബ്നോർമലാണോ? അബ്നോർമൽ തന്നെ. ഞാൻ നോർമൽ അല്ല, പക്ഷെ അബ്നോർമലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കിരൺ, അതിപ്പോഴും ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആര് ഷാരൂഖ് ഖാനെ കുറിച്ച് സംസാരിച്ചാലും അതായിരിക്കും ഓർമ്മയിൽ വരുന്നത്. പിന്നെ എനിക്ക് വിചിത്രമായി തോന്നിയത് അവരൊരിക്കലും എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ ഇടയ്ക്ക് ഒരു ഷോയ്ക്ക് പോയിരുന്നു, അവിടെ അവരെന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഐ ലവ് യു, എന്റെ ശബ്ദം ഇങ്ങനെയല്ല, ശരിക്കും എന്റെ ശബ്ദം ഇങ്ങനെയല്ല. ആക്ച്വലി ഞാൻ ചെയ്ത് കാണിക്കാം, കുറച്ച് സമയം തരൂ. ഓഡിയൻസ് താങ്കളോട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. വെയിറ്റ്, ഞാൻ ചെയ്ത് കാണിക്കാം. തീർച്ചയായും ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങനെയെന്ന് വെച്ചാ, ഐ ലവ് യു കിരൺ. പിന്നെ എന്നെ മിമിക്രി ചെയ്യുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോ വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ ഒരു സിനിമയിൽ അതുപോലൊന്നും ആക്ട് ചെയ്തിട്ടില്ല. ഇതുപോലൊക്കെ ചെയ്താൽ എനിക്ക് ദേഷ്യം വരും. ഞാനിതുപോലെ വെക്കി ആക്ട് ചെയ്യുന്നത് അതോടെ നിർത്തി. അതുപോലെ ആക്ട് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഷാരൂഖ് ഖാൻ ഷോ എവിടെയെങ്കിലും സ്റ്റേജിൽ നടക്കുകയാണെങ്കിൽ ജനങ്ങളും ഇത് തന്നെയായിരിക്കും പറയുക. അതെ, എല്ലായിടത്തും അതുപോലെ തന്നെ ചെയ്യാറ്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെന്റിൽമാൻ ആയതുകൊണ്ട് ഒന്നും പറയില്ല. ഞാനും കൈയടിച്ചോണ്ടിരിക്കും. അതായത് എന്റെ 2 കൈക്കും ഇടയ്ക്ക് അവന്റെ മോന്ത കിട്ടണമെന്ന് ഞാൻ വിചാരിക്കും, കരണക്കുറ്റിക്ക് അടിക്കാൻ വേണ്ടി. ഞാൻ അതുപോലെ എപ്പോഴാണ് അഭിനയിച്ചത്. ശരി, ഓക്കെ, എന്റെ ചെറിയ മോനുണ്ടല്ലോ, അവനും എപ്പോഴും ഇതുപോലെ കാണിച്ച് എന്നെ കളിയായിക്കൊണ്ടിരിക്കും. വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ ഞാൻ അവനോട് ചോദിക്കും, എപ്പോഴാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടിക്കൊണ്ട് 25 വർഷമായിട്ട് താങ്കൾ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട രീതിയിൽ കൈനീട്ടുന്നവർ പലതും ഉണ്ടാവും, പക്ഷെ എന്നെ പോലെ കൈനീട്ടുന്നവർ ആരുമില്ല. പിന്നെ എനിക്ക് റൊമാൻറ്റിക് ഹീറോ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്ക് ഭയങ്കര നാണമാണ്. അവർ പറഞ്ഞു എന്റെ ഡിംപിൾ വളരെ നന്നായിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ ബ്ലഷ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര നാണമാണ്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, ഒരു പെണ്ണിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറയുമെന്ന്. सच कहो मुझसे, जब मैं तुमसे दूर जाता हूं तुम्हारा दिल मुझे पलट कर देखने को नहीं करता. मेरे करीब आओ और पास और पास और पास. जब मैं ഞാൻ സത്യം പറയാ, ഞാൻ ഏതു ഹീറോയിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും ഞാൻ അവരുടെ തോളിൽ തലചായ്ച്ച് നാണിക്കും. അതും ഡയലോഗ് പറഞ്ഞോണ്ട്. വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ, മാധുരിയോട് ഇനിയും അരികിലേക്ക് വാ, ഇനിയും അടുത്ത് വാ എന്ന് പറഞ്ഞ് ഞാൻ തോളത്ത് തലചായ്ക്കും. സോറി, ഞാൻ അങ്ങനത്തെ ആളല്ലെന്ന് പറയും. എനിക്ക് റൊമാൻസ് അറിയില്ല, എന്നെ യഷ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. യാഷ് ചോപ്രയുടെ അവസാന സിനിമ, അതിൽ താങ്കൾ കിസ് ചെയ്തത് അത് റൊമാൻസ് അല്ലേ? ഫോഴ്സ് കൊണ്ടാണ്. എല്ലാരും എന്നെ ഫോഴ്സ് ചെയ്തു, നിർബന്ധിച്ചു പറഞ്ഞു. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറയും, ഞാൻ പറയും പറ്റില്ല, ചെയ്യില്ല. ഞാൻ തലയിൽ കൈവയ്ക്കും. എന്റെ തലയിലെടുത്ത് എങ്ങനെയാണെന്ന് നോക്കി. സുന്ദരികളായ പെണ്ണുങ്ങളെ എപ്പോഴും കെട്ടിപ്പിടിക്കാം, അവരെ കിസ് ചെയ്യും, അവരെ സ്നേഹിക്കും, എന്നിട്ട് അതിനുള്ള പേയ്മെന്റും ഞാൻ വാങ്ങിക്കും. ശരിക്കും ഇതൊക്കെ ഒരു ജീവിതമാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആരോ ഒരാൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം പ്രിയ. ഹായ് പ്രിയ, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഹൗ ആർ യു? ഐ എം ഓൾസോ ഫൈൻ. രണ്ടുപേരും ഫൈൻ. ഓക്കെ. ഞാൻ താങ്കളുടെ ഡൈഹാർട്ട് ഫാനാണ്. കെയിം ഫ്രം ലണ്ടൻ എസ്പെഷ്യലി ടു മീറ്റ് യു. താങ്ക് യു വെരി മച്ച് പ്രിയ. സോ ക്യാൻ ഐ കം ആൻഡ് ഹഗ് യു? ഇവിടെ വെച്ച് വേണ്ട, ഷോ കഴിഞ്ഞതും പുറത്തു വെച്ച്. ഓക്കെ, താങ്ക് യു. സർ, കോളേജിൽ പഠിക്കുമ്പോൾ താങ്കളുടെ ഫസ്റ്റ് ക്രഷ് ആരോടായിരുന്നു? ആ കുട്ടി ആരാന്നൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് സത്യമാണ്, നുണയല്ല. ഓക്കെ. ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിലാ. അതായത് എന്ന് വെച്ച് എനിക്ക് പെൺകുട്ടികളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല അർത്ഥം. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു, പ്ലേസ്മെന്റ്. ആക്ച്വലി ഒരു ബോയ്ക്ക് ആദ്യമായിട്ട് ക്രഷും ഉണ്ടാകും, ഫീലിംഗ്സും ഉണ്ടാകും. അതുകൊണ്ട് താങ്കളുടെ ഫസ്റ്റ് ക്രഷ് ആരോടായിരുന്നു സർ? ആദ്യത്തേതും അവസാനത്തേതും ഗൗരി തന്നെയാണ്. അന്ന് അവൾക്ക് 18 വയസ്സായിരുന്നു. അവളെ ഒരു പാർട്ടിയിൽ വെച്ച് ആദ്യം കാണുന്നത്. അവളാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ പെൺകുട്ടി. അവളാണ് എന്നോട് 3 സെക്കൻഡിൽ കൂടുതൽ സംസാരിച്ചത്. സോ ഞാൻ ഈ കാര്യത്തിൽ വളരെ അഡ്മയർ. അതായത്
പഞ്ചാബിയിൽ പറയും ए हु कुड़ी लेनी है സെറ്റാക്കുകയാണെങ്കിൽ ഈ പെണ്ണിനെ വേണം സെറ്റാക്കാനെന്ന്. 22 വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ആപ്കി അദാലത്തിന്റെ സെറ്റിൽ വരുന്ന സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. താങ്കളുടെ വൈഫ് ഗൗരിക്ക് 5 മിനിറ്റിൽ ഒരിക്കൽ താങ്കൾ ഫോൺ ചെയ്യും. അതെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല, അവൾ ഇങ്ങോട്ടാ വിളിക്കുന്നത്, എവിടെയാണ് എന്ത് ചെയ്യുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, സത്യമല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെയാ. സർ, ജനങ്ങൾ താങ്കളോട് പറയും നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയെന്ന്. അതുകൊണ്ട് ഞാനൊരു ചെറിയ കവിത നിങ്ങളോട് ഷെയർ ചെയ്യാം. പറയൂ. मुझे ऊंचाइयों पर देखकर हैरान हैं बहुत लोग, मुझे ऊंचाइयों पर देखकर हैरान हैं बहुत लोग, लेकिन किसी ने मेरे पैरों के छाले नहीं देखे. കൊള്ളാം. സർ, നിങ്ങളുടെ എന്റെ പേര്? പേര് യാസിർ. യാസർ. യാസർ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കവിത അതെ, ചൊല്ലി. സർ. എന്റെ ഡിസൈനർ വളരെ ബുദ്ധിമുട്ടും, കാരണം അയാളുടെ ഷൂ വളരെ ടൈറ്റ് ആണ്. കവിത വളരെ നന്നായിരുന്നു യാസർ, താങ്ക് യു സോ മച്ച്. സർ, എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് സർ. സർ, ഇതുവരെ താങ്കൾ ചെയ്ത സിനിമകളിൽ വെച്ച് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് പറയാൻ പറ്റും? എന്റെ അടുത്ത പടം, എപ്പോഴും അടുത്ത പടം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണയും ചോദ്യങ്ങളും തുടരുന്നതായിരിക്കും. ഐ ആം ദ മോസ്റ്റ് പ്രൗഡ് ഇന്ത്യൻ ഇൻ ദ വേൾഡ്. ഈ രാജ്യം എന്നെക്കാളും കൂടുതൽ അത് ആർക്കും കൊടുത്തിട്ടില്ല. അതിനുവേണ്ടി ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് എന്റെ ഫാമിലിയും സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്റെ മക്കളും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വളരെ കോൺട്രവേഴ്സ്യൽ ആണ് എന്നുള്ളതാണ്. ഷാരൂഖ് 19 ഫെബ്രുവരി 2007 താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ ദേശം നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകിയിട്ടില്ല, അതായത് ഇവിടെ ഹിന്ദു മെജോറിറ്റി ആണെന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ദേശത്ത് നമ്മൾ അമേസിംഗ്ലി സെക്യുലർ ആണ്. അതിനുശേഷം നവംബർ 2, 2015 താങ്കൾ പറഞ്ഞു നമ്മുടെ ദേശത്ത് ഇൻട്രോളൻസ് അധികമാണെന്ന്. ഇൻട്രോളൻസ് നമ്മുടെ മുതുകിലാണുള്ളത്, ഇവിടെ സെക്യുലറിസം ആപത്തിലാണുള്ളത്. അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ യങ് പീപ്പിളിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കണം. പിന്നെ മറ്റു ചില കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ നാട്ടിന് ദോഷമായി വരുന്നോ അത് ചെയ്യരുത്. റിലീജിയനിസം, റിലീജിയന്റെ പേരിൽ വഴക്ക്, പിന്നെ കാസ്റ്റ്, കളർ, പിന്നെ ഗ്രീഡിനെ കുറിച്ചുള്ള ചർച്ച, പിന്നെ 100% ഇൻടോളറൻസ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. കാരണം ഇതുപോലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്, ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എന്നാലും നമ്മുടെ രാജ്യം അതെല്ലാം മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് യങ്സ്റ്റേഴ്സിനുള്ള അഡ്വൈസ്. പിന്നെ ഇത് എപ്പോ എങ്ങനെ മാറി എവിടെ എത്തിയെന്ന് ഐ തിങ്ക് ഇതെല്ലാം ട്വിറ്ററിൽ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്നു, അതായത് 2007 നടന്ന പോലെ നമ്മുടെ രാജ്യം ഒരു മനോഹരമായ രാജ്യമാണ്. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കഴിയാണ്. നമ്മുടെ നാട്ടിൽ ഹോണസ്റ്റി, സെക്യുലറിസം, ഗുഡ്നസ് ഇതൊക്കെ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആൻഡ് വി ആർ സ്റ്റിൽ ഏബിൾ ടു കം അപ്പ് ഫ്രം ഓൾ ദിസ് ഇഷ്യൂസ്. മുതൽ ഒന്നും മാറിയിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ഫാദർ നമ്മുടെ രാജ്യത്തെ യങ്ങസ്റ്റ് ഫ്രീഡം ഫൈറ്ററിൽ ഒരാളാണ്. സോ ഈ രാജ്യത്തിന് വേണ്ടി എന്റെ അച്ഛൻ മാത്രമല്ല, എന്റെ അച്ഛന്റെ കൂടെ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. സോ ഈ രാജ്യം എനിക്ക് ഫേവർ ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതും എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ രാജ്യത്തെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ കംപ്ലൈന്റ് പറയുന്നവരിൽ ഞാൻ പുറകിലായിരിക്കും. പലരും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അതായത് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ഷാരൂഖ് ഖാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? അതായത് ഇൻടോളറൻസ്. ഞങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം വീഡിയോയില് സ്നേഹിക്കുന്നുണ്ട്. കാണിച്ചോ ഇല്ലയെന്നറിയില്ല. എന്റെ വീട് ഞാൻ ഇന്ത്യയാണെന്ന് പറഞ്ഞു. എന്റെ വൈഫ് ഒരു ഹിന്ദുവാണ്, ഞാൻ ജന്മം കൊണ്ടൊരു മുസ്ലിമാണ്. എന്റെ കുട്ടികൾ 3 റിലീജിയനിലും ഉൾപ്പെടും. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാം അവർ പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ ദീപാവലിയും ആഘോഷിക്കും, ഈദും ആഘോഷിക്കും. ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് ആഘോഷിക്കാറുള്ളത്. സോ എന്റെ വീടൊരു മിനി കൺട്രിയാണെന്ന് പറയാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്റെ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയൂ? ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത് അതിൽ അഭിമാനിക്കുന്നു. പിന്നെ ഇങ്ങനെയൊരു കാര്യം സ്പ്രെഡായപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് വിചിത്രമായി തോന്നി. ചില സമയത്ത് എനിക്ക് വിഷമം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും താങ്കൾ ക്ലാരിഫൈ ചെയ്തേ മതിയാകൂ. താങ്കളുടെ പ്രിന്റഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ വായിക്കാം. ഷാരൂഖ് ഖാൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, രാജ്യത്ത് ഇൻടോളറൻസ് ഉണ്ട്, സമൂഹത്തിൽ ജനങ്ങൾ വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യുന്നു, എത്ര മീഡിയ ഉണ്ടോ അത്രയും ശബ്ദങ്ങൾ കേൾക്കുന്നു, ഈ ശബ്ദത്തിൽ നെഗറ്റീവ് ശബ്ദം കൂടുതലായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇതിൽ മനസ്സിൽ വെക്കണം, എല്ലാ മതവും തുല്യതയുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ സെക്യുലർ അല്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണെന്ന്. അബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നത് മീഡിയ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ജനങ്ങൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. മൈ ലോജിക് ഈസ്, ഒരു മീഡിയയിൽ ഒരാൾ പറയുന്നത് കേട്ടാൽ അതിന് ഉടൻ തന്നെ റിയാക്ട് ചെയ്യാൻ പാടില്ല.
പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തു പോയി. ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളും അതിനെക്കുറിച്ച് പറയും. സോ മൈ ലോജിക് വാസ് ദാറ്റ് വി ഹാവ് ടു, ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ആക്ച്വലി റീജിയൻ പിന്നെ നമ്മുടെ ഈ സമൂഹം ഇതെല്ലാം തന്നെ ഇൻടോളറൻസ് എന്ന വേർഡ് ജസ്റ്റ് അബൌട്ട് ബെയർ ചെയ്യുന്ന പോലെയാണ്. ആക്ച്വലി അക്സെപ്റ്റൻസ് ഉണ്ടാവണം. നമ്മുടെ എല്ലാ മതങ്ങളെയും പേരുകളെയും എല്ലാ ജോലികളെയും എല്ലാ പ്രദേശങ്ങളെയും. എന്റെ അഭിപ്രായത്തിൽ ആ വേർഡാണ് തെറ്റായത്, തെറ്റായി യൂസ് ചെയ്തു. യഥാർത്ഥത്തിൽ മീഡിയം വളരെ വളർന്നിട്ടുണ്ട്. പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് ടോളറേറ്റ് ചെയ്യണം. പ്ലീസ്, നമ്മളതിന് റിയാക്ട് ചെയ്യാൻ പാടില്ല. പലരും ഇൻസൈറ്റിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ട്വിറ്ററുണ്ട്, സോഷ്യൽ മീഡിയാസ് ഉണ്ട്, അതായത് ഡിജിറ്റൽ മീഡിയ, യൂട്യൂബ്, ടെലിവിഷൻ, എല്ലാത്തിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെല്ലാം ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഷാരൂഖ് ഖാന് ധാരാളം സുഹൃത്തുക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. സോ ഷാരൂഖ് ഖാൻ നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന്. എനിക്ക് അത്രയൊക്കെ അധികാരമുണ്ട് ഒരാളെ ഫിക്സ് ചെയ്യാൻ മാത്രം. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്നെ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. രാഷ്ട്രീയത്തിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരെ കാണുന്നുമുണ്ട്. ഒരിക്കൽ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തേന്ന്. പിറന്നാളിനെന്ന് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? ഞാൻ അങ്ങനെ ചിന്തിക്കൂ? ഞാൻ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണ്, സിനിമ ചെയ്യുന്നു. വേറൊരു ചിന്തകളും എന്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. ഈ കാര്യം ഞാൻ ഇവിടെ വെച്ച് ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തൊരു നേതാവിനെ തിരഞ്ഞെടുത്താൽ അത് ആരാണെങ്കിലും ശരി, അതായത് നമ്മുടെ മോദിയെ നമ്മളല്ലേ തിരഞ്ഞെടുത്തത്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ഭൂരിപക്ഷം നൽകി തിരഞ്ഞെടുത്തതാണ്. സോ വി ഹാവ് ടു സപ്പോർട്ട് അവർ ലീഡർ ആൻഡ് ടേക്ക് ദ കൺട്രി ഫോർവേഡ്. ഡു നോട്ട് ബി നെഗറ്റീവ്. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നമ്മൾ രാഷ്ട്രീയക്കാരല്ലല്ലോ, നമ്മളൊരു എന്റർടൈനർ അല്ലേ. പിന്നെ ഭാവി തലമുറ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. അവരും നമ്മളെപ്പോലെ സക്സസ്ഫുൾ ആയി തീരണം. ഭഗവാൻ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും എങ്ങനെയൊന്നും പറയില്ല. അതും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഒരിക്കലും പറയില്ല. പക്ഷേ അത് കാരണം ചില റിയാക്ഷൻസ് സംഭവിച്ചു. പലരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഇന്ത്യയിൽ ആഹാരം കഴിച്ചുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാണെന്ന്. ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ഞാൻ ഈ രാജ്യത്തെ ആളല്ലേ. ഈ രാജ്യത്തോട് എനിക്ക് അളവിൽ കവിഞ്ഞ ഭക്തിയുണ്ട്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഇതിൽ നമുക്ക് മത്സരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നമ്മൾ ഒന്നാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ചിലപ്പോഴൊന്നും ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ പോവില്ല. പിന്നെ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, എന്നെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ പരസ്പരം വർഷങ്ങളായിട്ട് കാണുന്നവരാണ്. സോ ഐ ക്യാൻ ബി, ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് മാത്രമേ നിങ്ങളോട് പറയൂ. ചിലപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തുകൊണ്ടാണ് എന്റെ രാജ്യസ്നേഹം പലപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നത്? എനിക്ക് നല്ല രാജ്യസ്നേഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതായത് നമ്മുടെ രാജ്യം നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ആര് എപ്പോ ഈ ചോദ്യം ചോദിച്ചാലും എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഷാരൂഖ് ഖാന് ഈ രാജ്യം ഇത്രത്തോളം സ്നേഹം നൽകി, ഷാരൂഖ് ഖാനെ ഇത്രത്തോളം വളർത്തി വിടുകയും ചെയ്തു. താങ്കൾക്ക് വേണ്ടി ജീവൻ നൽകാൻ പോലും ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ താങ്കൾ എന്താ ഇങ്ങനെ? എനിക്ക് ശരിക്കും വല്ലാത്ത വിഷമമുണ്ട്. ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് യുവാക്കളോട് ഒന്നേ പറയാനുള്ളൂ, പ്ലീസ് ബി ടോളറന്റ്, ബി ഹാപ്പി, വർക്ക് ഹാർഡ്, ടേക്ക് ദിസ് നേഷൻ ഫോർവേഡ്. ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ അതിന്റെ വളർച്ചയെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ പോസിറ്റിവിറ്റിയോടുകൂടി മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഗ്രേറ്റസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. ഞാൻ അമേരിക്കയിൽ നിന്നും കുറെ ആളുകൾ വന്നിരുന്നു. അവർ പറഞ്ഞു നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരുപാട് വളർച്ച നേടിയിട്ടുണ്ടെന്ന്, നമ്മുടെ ഇമേജ് വളരെ നല്ലതാണെന്ന്, നമ്മൾ സുരക്ഷിതവും മനോഹരവുമായ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ പോവരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്ര വലിയ ആളുമല്ല, തീരെ ചെറിയ ആളുമല്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, നിങ്ങളിലൊരുത്തൻ. ഞാൻ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. പണത്തിനു വേണ്ടി പലതും വിളിച്ചു പറയുന്ന ഒരാളല്ല ഞാൻ. എന്റെ വളർച്ചയിൽ എന്റെ ടാലന്റിനും വലിയ പങ്കുണ്ട്. പടങ്ങളുടെ കാര്യം വേറെ. ഞാനിവിടെ എന്റെ സിനിമ ഓടുന്നതിനു വേണ്ടി രാജ്യസ്നേഹം പറയുന്നു എന്ന് വിചാരിക്കരുത്. ഇവിടെ സിനിമ വിഷയമേ അല്ല. ഇത് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇനി ഒന്നും പറയില്ല. എന്ത് സംഭവിച്ചാലും ശരി, എന്നെക്കാളും വലിയൊരു രാജ്യസ്നേഹി ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇപ്പോ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവാർഡ് ഞാൻ എങ്ങനെ പിടിച്ചു വാങ്ങിച്ചോ അതുപോലെ അവരുടെ തുണി എനിക്ക് പിടിച്ചു വാങ്ങിക്കേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. വളരെ സ്നേഹത്തോടെ ഞാൻ പറയുക, അവർ കൺട്രി, അവർ ലാൻഡ്, ഭാരതമാത, ഓൾ ലവ് ഇറ്റ്. ഞാൻ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം വേറെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെല്ലുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് നല്ല പേടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും നന്ദിയുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. പിന്നെ ഈ കാര്യം ഇനിയും ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാൾ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞാണെന്നൊക്കെ. എന്തായാലും സാരമില്ല. ഇനി ഇതിൽ ക്ലാരിഫിക്കേഷൻ ഇല്ല. ഐ ആം ദ മോസ്റ്റ് പ്രൗഡ് ഇന്ത്യൻ ഇൻ ദ വേൾഡ്. ഐ തിങ്ക് എന്നേക്കാൾ കൂടുതൽ മറ്റൊരാൾക്കും ഈ രാജ്യം കൊടുത്തിട്ടുണ്ടാവില്ല. ഈ രാജ്യത്തിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ എന്റെ മക്കളും ഇത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മാത്രമല്ല, എല്ലാ ജനറേഷനും അപ്രീഷിയേറ്റ് ചെയ്യണം. എന്റെ അച്ഛൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രാജ്യത്തിന്റെ ഗ്രേറ്റ്നെസ്സിന് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ഫാമിലിക്ക് വേണ്ടി.
ഷാരൂഖ് താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു, താങ്കളുടെ കരിയറിനെ കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഈ ഇൻടോളറൻസിനെ കുറിച്ച് താങ്കളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ വളരെ വ്യക്തമായി ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി ദിവാകറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാനോടാണ്. ഇപ്പോൾ ജഡ്ജ്മെന്റ് നേരമാണ്. ഇന്നത്തെ ജഡ്ജി ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ദിവാകറിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. ഷാരൂഖ് ഖാൻ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് പടങ്ങൾ, ഹിറ്റ്സ് പടങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, ഒരു സൂപ്പർ ഡ്യൂപ്പ് ഫിലിമിന്റെ റെഡിമെയ്ഡ് സ്ക്രിപ്റ്റ് പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദറും ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബം സിനിമയുടെ ഒരു പശ്ചാത്തലം ഇല്ലാതെ പോലും ഇദ്ദേഹം ജയിച്ചു കാണിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ വിജയത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടിരിക്കുന്ന പുള്ളിയാണ്. ടിവിയില് ഫൗജിയായിട്ടും, ബാസികർ പടത്തില് ആന്റി ഹീറോ ആയിട്ടും, ദിൽവാലെ ദുൽഹനെ പടത്തില് പാടത്ത് ചുറ്റിത്തിരിയുന്ന റൊമാൻസ് രാജാവായിട്ട് ജീവിച്ചില്ലേ? പക്ഷെ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് കിട്ടിയ മറുപടി അനുസരിച്ച് എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, അത് നല്ലൊരു മദ്യം പോലെ നാളുകൾ പോകും തോറും ഷാരൂഖിന്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വന്ന് മുമ്പിലേക്കല്ല, വളരെ കഷ്ടപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത്. ഈ കോടതി അദ്ദേഹത്തിന്റെ മറുപടിയും വാദങ്ങളും അനുസരിച്ച് ഈ കോടതി അദ്ദേഹത്തിനെ നിരുപാധികം വിട്ടിരിക്കുന്നു. പക്ഷേ ഒരു നിബന്ധനയോടുകൂടെ. പക്ഷേ അദ്ദേഹത്തിനുള്ള സന്തോഷം എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഇതേപോലുള്ള സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങള്, ഈ ലോകത്തില്, ഈ ഒരു വലിയ ലോകത്തില് നല്ല പടമെടുക്കണം. Thank you so much. ഇതേ വിശ്വാസത്തോടുകൂടി ഷാരൂഖ് ഖാൻ ജനങ്ങളെയെല്ലാം എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും കൂടുതൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കും. ലോകം മുഴുവനും ഇന്ത്യയുടെ പ്രശസ്തി ഉയർത്തും. ഇതോടെ ഈ വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.